വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദളപതി ചിത്രം ഗോട്ട് തൊട്ട് മുമ്പ് കണ്ടു തീർത്തു എന്ന് പറയാം. ശരിക്കും എന്താണ് ഒരു ഒരു സിനിമ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ആദ്യം തുടങ്ങുമ്പോൾ എന്താണ് വെങ്കട് പ്രഭു അല്ലെങ്കിൽ വെങ്കട് പ്രഭു എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാന്നാട് പോലെയുള്ള അല്ലെങ്കിൽ മങ്കാത്ത പോലെയുള്ള പടങ്ങൾ നമുക്ക് തന്ന ആളാണ്. അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. വിജയ് അവസാനത്തിന് മുമ്പുള്ള ഇനി ഒരു സിനിമ കൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരു ഫെയർവെൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം എടുത്തത് എന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇന്ന് ആ പടം കണ്ടപ്പോൾ ആകെ മൊത്തം എന്താണ് ഒരു വല്ലാത്തൊരവസ്ഥ എന്ന് പറയാം. ഫാൻസിന് പോലും കൈയടിക്കാനോ അല്ലെങ്കിൽ ആഘോഷമാക്കാനോ ഉള്ള സംഗതികൾ ഈ ചിത്രത്തിൽ വന്നിട്ടില്ല എന്ന് പറയാം. പ്രത്യേകിച്ചും ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ഒരു സംഗതിയുണ്ട്. ആളുകളെ ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല. ഈ ഒരു സംഭവം ഇമോഷണലി കണക്റ്റ് ആയില്ലെങ്കിൽ ആ പടം എന്താണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ആളുകളെ എത്രത്തോളം ആ പടത്തിലേക്ക് അടുപ്പിക്കുന്നോ, ഇമോഷണലായി അടുപ്പിക്കുന്നോ എങ്കിൽ മാത്രമാണ് ആ പടത്തിൻ്റെ റേഞ്ച് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. വലിയ സ്ക്രിപ്റ്റ് ഒന്നും വേണമെന്നൊന്നും ഇല്ല. കാരണം ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ അതിൽ ആ ഒരു സീനുകൾ ബ്ലൈൻഡ് ചെയ്ത് നല്ലൊരു ഡയറക്ഷനിൽ നല്ല രീതിയിലൊരു BGM ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്താൽ തന്നെ വിജയ് ഫാൻസിനും അതുപോലെ തന്നെ എന്താണ് എല്ലാവർക്കും സിനിമ ആസ്വാദകർക്കും ആഘോഷിക്കാനുള്ളത് ഉണ്ടാവും. പക്ഷെ ഇതിൽ വരുമ്പോൾ ഇത് ഒരു എന്താണ് കോമാളിത്തരം കാണിക്കുന്ന ഒരു ഇതാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. അത് ഒരു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും അതിലെ കുറേ അംഗങ്ങളും അങ്ങനെ തുടങ്ങിയാണ്. അതിൽ വിജയ്, പ്രഭുദേവ, പ്രശാന്ത്, ജയറാമുണ്ട്. ഇവരൊക്കെയാണ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്. അവർ കെനിയയിൽ പോയി ആദ്യം ഓപ്പറേഷൻ നടത്തുന്നു, വീണ്ടും തായ്ലാൻഡിൽ പോകുന്നു, റഷ്യയിൽ പോകുന്നു. ഇങ്ങനെ എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ് ആദ്യം തുടക്കത്തിൽ തന്നെ. അപ്പോൾ അത് ആളുകൾക്ക് എന്തോ കുറേ ഒരു 10-15 വർഷം മുമ്പ് വന്ന ഒരു പടത്തിൻ്റെ ഫീലാണ് തുടങ്ങുന്നത് തന്നെ. ഇതൊക്കെ എത്ര കണ്ടതാണ്. ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം. പിന്നീട് അതിങ്ങനെ പോവുകയാണ്. വിജയുടെ ഭാര്യയുടെ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്നേഹയാണ്. അപ്പോൾ ഒരുപാട് എന്താണ് ഫീൽഡിൽ സജീവമല്ലാത്ത ആളുകളെ ഈ ചിത്രത്തിൽ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അങ്ങനെ ഇതിങ്ങനെ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു ഇമോഷണൽ സംഗതികൾക്ക് പടം എത്തും. ആ ഇമോഷണൽ കൈകാര്യം ചെയ്യുന്നതിൽ വിജയ് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആദ്യം തുടങ്ങുന്നത് 2008 ഈ കഥകൾ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ 2008 തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് 2024 മാറും. 16 വർഷം വീണ്ടും കഴിയും. അപ്പോൾ വിജയ്ക്ക് പ്രായമാവും. ആ പ്രായമായതിനു ശേഷമുള്ള വിജയുടെ പെർഫോമൻസാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ അതിൽ ആകെ ഒരു എന്താണ് പ്രതീക്ഷ നൽകിയ ഘടകം ഒരു എന്താണ് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു അവിടെയൊക്കെ BGM അത്യാവശ്യം നന്നായിരുന്നു. യുവൻ ശങ്കർ രാജയാണ് ഇതിൽ BGM ചെയ്തത്. പക്ഷേ എല്ലായിടത്തും എന്താണ് ഒരു BGM ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു BGM ഒരു സീനോ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയാം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവെല്ലിന് മുമ്പ് നമുക്കൊരു പഞ്ച് തരുന്ന ഫീല് ചെയ്തെങ്കിലും പിന്നീട് അതേ ഇൻ്റർവെല്ലിന് ശേഷം ഇൻ്റർവെല്ല് അടുക്കുമ്പോൾ തന്നെ 1.5 മണിക്കൂർ ഉണ്ട് സിനിമ. അത് കഴിഞ്ഞ് വീണ്ടും 1.5 മണിക്കൂർ ഇരിക്കണമെന്ന് ആൾക്കാർ ചിന്തിക്കേണ്ടി വരും. കാരണം അതിനുശേഷം രണ്ടാം പകുതി തുടങ്ങിയാണ്. രണ്ടാം പകുതിയും ഇതിങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിൽ എന്താണ് പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് സംവിധായകൻ. പക്ഷെ അതൊന്നും എന്തായിട്ടില്ല, എഫക്റ്റായിട്ട് വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ സിനിമ ഇങ്ങനെ എന്താണ് ഒരു ഇഴച്ചിൽ വലിയ രീതിയിൽ ഉണ്ടാവുകയാണ്. ഒരു വിജയ് ചിത്രം ഇഴച്ചിലോട് കൂടി നോക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പിന്നീട് കാര്യങ്ങൾ. അങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോയി ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പഴയ ഒരു സിനിമയുടെ ഒരു സ്റ്റൈലാണ്. പഴയ സിനിമകൾ ഉണ്ടാവുമല്ലോ, എന്താണ് ബോംബ് വെക്കുക, തകർക്കുക, അതിനെ ഇല്ലാണ്ടാക്കുക, ഇങ്ങനെ ഈ രീതിയിൽ ഉള്ള ഒരു സംഗതികൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ക്യാമിയോ ഉണ്ട്. അങ്ങനെ മൊത്തം എന്താണ് ഇതൊരു ആവറേജ് അനുഭവമോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് അനുഭവമോ മാത്രമായി മാറുന്നുണ്ട് സത്യത്തിൽ ഈ വിജയ് ചിത്രം ഗോട്ട്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു ഫെയർവെൽ അല്ല വെങ്കട് പ്രഭു ആയാലും ആരായാലും നൽകേണ്ടത്. അദ്ദേഹം ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു
എന്താണ് പരിസമാപ്തി അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടതിന് ശേഷം ആളുകൾ പറയണം നിർത്തരുത് എന്ന്. പക്ഷെ ഇത് കണ്ടാൽ ഈ ഗോട്ട് കണ്ടാൽ അവസാനത്തേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കണ്ടു തീർന്നതിന് ശേഷം വേണ്ടായിരുന്നു എന്ന് തോന്നാം. പക്ഷേ ഓൾവേസ് വിജയാണല്ലോ. വിജയ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മുതൽ മുടക്കും അല്ലെങ്കിൽ വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വിജയെ അവർക്ക് സ്ക്രീനിൽ കണ്ടാൽ മതി. എത്ര സമയമാണോ വിജയ് ഉള്ളത്, 2.5 മണിക്കൂറോ 3 മണിക്കൂറോ, ആ വിജയ് തന്നെ കണ്ടിരുന്നാൽ തന്നെ അവരുടെ ഫാൻസ് സിനിമയ്ക്ക് എത്തും. അതോടൊപ്പം തന്നെ വിജയുടെ ഇഷ്ടപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്റ്റാർഡമുള്ള നടനായ വിജയ് ആയതുകൊണ്ട് തന്നെ അതിന് ഇനീഷ്യൽ കളക്ഷനും അതുപോലെ ബാക്കിയുള്ള ഇതിൻ്റെ മുന്നേറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായും വെങ്കട് പ്രഭുവിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ ഒരാൾ സംവിധാനം ചെയ്തിട്ട് പോലും ഇത് പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടില്ല. ഒരു ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതാവണമെന്നില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം.